നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത മതനേതാവായ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ ഇറാനിലെ ചില വാർത്താ ചാനലുകളിലെ അവതാരകന്മാർ കരഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അവതരിപ്പിച്ചത്. ഒരു വാർത്താ വായനക്കാരന് കരച്ചിലടക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വല്ലാത്ത ശബ്ദത്തിലാണ് അദ്ദേഹം ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. ഇത് അഭിനയമായിരുന്നോ അതോ യാദൃച്ഛികം സംഭവിച്ചതാണോ എന്നൊന്നും അറിയുകയില്ല. എന്നാൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. സ്കൈ ന്യൂസ് ഓസ്ട്രേലിയയുടെ ഒരു അവതാരക ലൈവിൽ ഖമേനിയെ ചീത്ത വിളിക്കുകയായിരുന്നു. മറ്റൊരു വിചിത്രമായ കാര്യം, ഇവർ ഇറാൻകാരിയാണ് എന്നുള്ളതാണ്. റിത്ത പനാഹി എന്നാണ് ഇവരുടെ പേര്. 1984 ഒരു കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത് ഇറാനിൽ അവിടെ ഈ മതഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവരുടെ കുടുംബം. അന്ന് കൊച്ചുകുട്ടിയായിരുന്ന റിത്ത പനാഹി അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയത്. പിന്നീട് ഒരിക്കലും തൻ്റെ ജന്മനാട് കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായിട്ടില്ല. കാരണം ഇറാനിൽ സ്ത്രീകൾക്ക് അവിടെ യാതൊരു അവകാശങ്ങളുമില്ലാതെ ഇസ്ലാമിക നിയമങ്ങളനുസരിച്ചുള്ള വിവിധ ക്രൂര പദ്ധതികളാണ് അവിടെ നടപ്പിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അവർക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാനും കഴിഞ്ഞു. ഖമേനിയുടെ മരണവാർത്ത അറിഞ്ഞ റിത്ത പനാഹി ടെലിവിഷൻ ചാനലിൽ ലൈവായിട്ട് തന്നെയാണ് തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഖമേനി താൻ നരകത്തിൽ കത്തിയെരിയും എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അതായത് ചെയ്ത പ്രവൃത്തിയുടെ ഫലം താൻ അനുഭവിക്കും എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. കൂടാതെ മറ്റു ചില പദപ്രയോഗങ്ങൾ തന്നെ അവർ നടത്തിയിട്ടുണ്ട്. അവർ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരിക്കലും ഒരു മാധ്യമത്തിലൂടെ പറയാൻ പറ്റുന്നതല്ല. സാധാരണഗതിയിൽ അത്ര പാർലമെൻ്ററിയായ വാക്കുകളായിരുന്നില്ല അവർ ഖമേനിയെക്കുറിച്ച് പറഞ്ഞത്. അവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയുകയില്ല. കാരണം അത്രത്തോളമാണ് ഇറാനിലെ ജനങ്ങൾ ഖമേനിയുടെയും സംഘത്തിൻ്റെയും ദുർഭരണത്തിൽ അവിടെ അനുഭവിച്ചിരുന്നത്. സ്ത്രീകളെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഒരു ഭരണമായിരുന്നു അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു വിഷമം തന്നെയായിരിക്കാം അവർ ഒരു പൊട്ടിത്തെറിയായി ഈ TV വാർത്താ അവതരണത്തിലൂടെ പറഞ്ഞത്. അവർ പറയുന്നത് തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇതൊരു യാഥാർത്ഥ്യമാകുമെന്ന് കരുതാനേ കഴിഞ്ഞിരുന്നില്ല എന്നാണ്. അതായത് ഒരിക്കലും ഈ ഖമേനി കൊല്ലപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അത് യാഥാർത്ഥ്യമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ താൻ അഭിനന്ദിക്കുന്നതായിട്ടുമാണ് അവർ പറഞ്ഞത്. നേരത്തെ അവർ ടെലിവിഷൻ ചാനലിലൂടെ ഇറാനുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന അടിച്ചമർത്തലുകളെയും ക്രൂരകൃത്യങ്ങളെയും കുറിച്ചൊക്കെ തന്നെ വിശദമായ പരിപാടികൾ നേരത്തെയും അവതരിപ്പിക്കുമായിരുന്ന വ്യക്തി തന്നെയാണ്. ഏതായാലും ഈ വാർത്ത ലൈവായി പുറത്തു വന്ന നിമിഷങ്ങൾക്കകം 1,00,000 പേരാണ് സമൂഹമാധ്യമമായ എക്സിൽ ഈ അവതരണം കേട്ടത്. 1979 ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അയത്തുള്ള റുഹുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ അധികാരം പിടിച്ചത്. 1989 അയാളുടെ മരണത്തിന് ശേഷമാണ് അയത്തുള്ള അലി ഖമേനി പരമോന്നത നേതാവായി മാറിയത്. ഇവർ അധികാരത്തിലിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതിയാണ് അവിടെ സ്വീകരിച്ചത്. ഹിജാബ് ധരിച്ചില്ല എന്ന പേരിൽ ഒരു 22-കാരിയെ ക്രൂരമായി തല്ലിക്കൊന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ആളുകളെ ക്രെയിനുകളിൽ തൂക്കിക്കൊല്ലുക, ദിവസവും അവിടെ തൂക്കിക്കൊല്ലുക നടക്കുന്നുണ്ട്. ഈ ഖമേനിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കരഞ്ഞു നിലവിളിക്കുന്ന പലരും ഇയാളവിടെ കാട്ടിക്കൂട്ടിയ ക്രൂരതകളെക്കുറിച്ച് ഒരിക്കലും ആരും ചിന്തിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളുകളെ സാധാരണഗതിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കുമ്പോൾ തൂക്കുമരത്തിലാണ് തൂക്കിക്കൊല്ലുന്നത്. പക്ഷേ ഇറാനിലാകട്ടെ ക്രെയിനിൽ കെട്ടി തൂക്കിയാണ് കൊല്ലുന്നത്. തൂക്കുമരത്തിലാണ് ഒരാളെ വധിക്കുന്നതെങ്കിൽ അയാൾ നിമിഷ നേരങ്ങൾ കൊണ്ട് മരിക്കും. പക്ഷേ ക്രെയിനിൽ കെട്ടിത്തൂക്കി ഏതാണ്ട് 20 മിനിറ്റോളം സമയമെടുത്ത് ഇഞ്ചിഞ്ചായി മനുഷ്യനെ കൊല്ലുന്നതാണ് ഖമേനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വധശിക്ഷാ രീതി. അതുകൊണ്ട് തന്നെ പരസ്യമായി നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂടി ചുറ്റും നിർത്തിയിട്ടാണ് ഈ കൃത്യങ്ങളൊക്കെ തന്നെ ഇവർ ചെയ്യുന്നത്. അതുപോലെ ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി 1000-ലധികം പേരെ കൂട്ടക്കൊല നടത്തുകയും മറ്റെത്രയോ പേരെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്തതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളും ഈ ഖമേനി തന്നെയാണ്. റിത്ത പനാഹിയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യനെ വിതച്ചത് കൊയ്യും എന്നുള്ളതാണ്. ഖമേനി വിതച്ചത് മുഴുവൻ തിന്മയായിരുന്നു, ക്രൂരതയായിരുന്നു, മനുഷ്യത്വമില്ലായ്മയായിരുന്നു. അതിനുള്ള ശിക്ഷ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും അയാൾക്ക് നൽകുകയും ചെയ്തത്. ഖമേനിയെയും കൂടെ ഉണ്ടായിരുന്ന സൈനിക മേധാവികളെയെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് 30 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് അവർ വധിച്ചത്. എത്രയോ ആളുകളുടെ കൂട്ടക്കൊലയാണ് ഈയിടെ ഇറാനിൽ നടന്നത്. ഇറാനിൽ നടക്കുന്ന ഈ മതഭരണകൂടത്തിൻ്റെ മർദ്ദന പീഡന നയങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ 10,000-ലധികം പേരെ കൊന്നുതള്ളി എന്നാണ് പറയപ്പെടുന്നത് ഈ ഖമേനിയുടെ നിർദ്ദേശം അനുസരിച്ച്. നമ്മൾ വരെ കണ്ടൊരു ദൃശ്യമാണ് ആളുകളെ പലരെയും വളരെ അടുത്ത് എന്ന് തോക്ക് കഴുത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം വെടിവെച്ച് കൊല്ലുന്നത്. അതുപോലെ ഭീകരമായി മർദ്ദിച്ച് അവശരാക്കുന്നത്, ആളുകളെ പലരെയും ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള വേദന കൊണ്ടുപോയിട്ട് അവിടെ അവരെ ഭീകരമായി മർദ്ദിച്ച് അവശരാക്കിയ ശേഷം വെടിവെച്ച് കൊല്ലുന്നത്. എന്നിട്ട് ഇവർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്തത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വാർത്താ അവതാരകയുടെ ഈ ഒരു ചീത്തവിളി ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ ജനം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കുറിക്കുന്നത്. ഖമേനി ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അയാൾ അനുഭവിക്കുന്നത് എന്നാണ്
പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത്. ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഖമേനിയുടെ മരണവാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തെ ഏറ്റവും ദുഷ്ടത നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു ഖമേനിയുടേത് എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ എന്ന വലിയ സാംസ്കാരിക പാരമ്പര്യമൊക്കെ ഉള്ള ഒരു രാജ്യത്തെ എങ്ങനെ വർഗീയവാദം പ്രചരിപ്പിച്ച് കൊലക്കളമാക്കി മാറ്റാം എന്ന് തെളിയിച്ചു കൊടുത്ത ആളാണ് ഈ ഖമേനി, അദ്ദേഹത്തിൻ്റെ അനുയായികളുമൊക്കെ തന്നെ. ലളിത ജീവിതം നയിക്കുന്നുവെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ട് ഇയാളും മക്കളും വിദേശ രാജ്യങ്ങളിൽ, അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ശതകോടികളുടെ സമ്പാദ്യങ്ങളുമായിട്ടാണ് ജീവിച്ചിരുന്നത്. ഒരു പക്ഷേ ഇസ്രായേലും അമേരിക്കയുമായി യുദ്ധമുണ്ടായി തങ്ങൾ പരാജയപ്പെടുമെന്ന് വന്നാൽ അതിനു മുമ്പ് തന്നെ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി വിമാനം വരെ ഒരു സജ്ജമാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഖമേനി കുടുംബാംഗങ്ങൾ മാത്രം. കാരണം റഷ്യയിലും ഇവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. ഇയാളുടെ 4 മക്കളും ശതകോടീശ്വരന്മാരാണെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇവർ അത്യാഡംബരപൂർണ്ണമായ ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത് എന്നും മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഈ മതഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതകാലം മുഴുവൻ ഇനി ഒരിക്കലും ജന്മനാട്ടിലേക്ക് വരാൻ കഴിയാതെ പോയ ഒരു പെൺകുട്ടി വളർന്ന് വലുതായപ്പോൾ അവരുടെ വിലാപം തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വാക്കുകളായി പുറത്തു വന്നത് എന്ന് വേണം കരുതാൻ.